ലോകപ്രശസ്ത ഹൃദ്രോഗ ശസ്ത്രക്രിയ വിദഗ്ധൻ ഡോക്ടർ എം.എസ്. വല്യത്താൻ അന്തരിച്ചു. ഇന്നലെ മണിപ്പാലിലായിരുന്നു അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചത്. അദ്ദേഹത്തിന് 90 വയസ്സുണ്ടായിരുന്നു. വിടവാങ്ങിയത് ശ്രീചിത്ര ആശുപത്രിയുടെ ആദ്യകാല ഡയറക്ടറും അലോപ്പതിയും ആയുർവേദവും സമന്വയിപ്പിക്കാൻ നൂതന ചികിത്സാ രീതിക്ക് രൂപം കൊടുത്ത വിദഗ്ധനും മണിപ്പാൽ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ കൂടിയായിരുന്നു ഡോക്ടർ എം.എസ്. വല്യത്താൻ. അദ്ദേഹത്തിൻ്റെ സംസ്കാരം മണിപ്പാലിലാണ് നടക്കുക. വൈദ്യശാസ്ത്രത്തിന് തീരാ നഷ്ടമായിരുന്നു ആണ് അദ്ദേഹത്തിൻ്റെ വിയോഗം മൂലം സംഭവിച്ചത്. 2005 രാജ്യം അദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. വൈദ്യശാസ്ത്ര രംഗത്ത് സാങ്കേതിക വിദ്യയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകി. വർഷങ്ങൾ നീണ്ട ഗവേഷണങ്ങളിലൂടെ ഹൃദയ ചികിത്സാ രംഗത്ത് നൂതന ചികിത്സാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ സെന്ററിലെ കെട്ടിടത്തിൽ ആശുപത്രി തുടങ്ങാൻ അന്നത്തെ മുഖ്യമന്ത്രി സി അച്യുതമേനോൻ ആവശ്യപ്പെട്ടതാണ് പ്രശസ്തമായ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന് തുടക്കമിടാൻ ഡോക്ടർ എം.എസ്. വല്യത്താന് പ്രോത്സാഹനമായത്. വിദേശത്തുനിന്ന് ഉയർന്ന വിലക്കെത്തിച്ചിരുന്ന ഹൃദയ വാൽവുകൾ ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ചതും കുറഞ്ഞ വിലയ്ക്ക് വാൽവുകൾ ലഭിക്കാനിടയാക്കിയതും ഡോക്ടർ എം.എസ്. വല്യത്താന്റെ വർഷങ്ങൾ നീണ്ട ഗവേഷണങ്ങളുടെ ഫലമാണ്. മാവേലിക്കരയിലെ സർക്കാർ സ്കൂളിൽ തുടങ്ങി വൈദ്യശാസ്ത്രത്തിൽ ഉയരങ്ങൾ കീഴടക്കി ലോകമറിയുന്ന ഹൃദ്രോഗ വിദഗ്ധനിലേക്കുള്ള യാത്ര എളുപ്പമായിരുന്നില്ല. കഠിനാധ്വാനവും തുടർച്ചയായ ഗവേഷണങ്ങളും പഠനങ്ങളുമാണ് ആ വിജയത്തിനു പിന്നിൽ. ആയുർവേദത്തെ ജനകീയമാക്കി. ആയുർവേദവും അലോപ്പതിയും സമന്വയിപ്പിച്ച് ചികിത്സയ്ക്ക് പ്രോത്സാഹനം നൽകി. ഫ്രഞ്ച് സർക്കാർ ബഹുമതി, ഓഡ്രെ ഡെസ് ഫാംസ് അക്കാദമിക്സിൽ ഷെവലിയർ പദവി, ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി മെഡിക്കൽ സ്കൂളിൽ നിന്ന് ഡോക്ടർ സാമുവൽ പി ആസ്പർ ഇന്റർനാഷണൽ അവാർഡ് തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ. വിദ്യാഭ്യാസം, വൈദ്യം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി സർക്കാർ കമ്മിറ്റികളിലും അക്കാദമിക് കൗൺസിലുകളിലും ഡോക്ടർ എം.എസ്. വല്യത്താൻ സേവനമനുഷ്ഠിച്ചു. റിസർച്ച് ഡെസ്ക് 24. ലോകപ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായിരുന്ന ഡോക്ടർ വല്യത്താൻ്റെ നിര്യാണം തീർച്ചയായിട്ടും ആരോഗ്യരംഗത്തിനും കേരളത്തിനും ഒരു തീരാ നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സംസ്കാരം മണിപ്പാലിൽ നടക്കും.